ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിയുടെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു രഞ്ജിത്ത്. ഈ ക്ലാസ്സിൽ നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. നമ്മുടെ രാജ്യത്തിന് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് മിസൈൽ ടെക്നോളജി വേണം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കും മിസൈലുകൾ വേണം എന്ന ആവശ്യം നിറവേറ്റാനായിട്ട് സ്ഥാപിതമായിട്ടുള്ള ഓർഗനൈസേഷൻ. അതിന്റെ ഭാഗമായിട്ട് ധാരാളം പരീക്ഷണങ്ങൾ വരുന്നുണ്ട്, ധാരാളം മിസൈലുകൾ DRDO നിർമ്മിക്കുന്നുമുണ്ട്. ലാലേട്ടൻ പറയുന്നുണ്ട്, പലതുണ്ട്, പല ഷേപ്പിൽ പിടയ്ക്കണത് DRDOയുടെ കയ്യിൽ. ശത്രുക്കൾ വരാണെന്നുണ്ടെങ്കിൽ പറയും അതെടുത്ത് ടേ എന്ന് പൊട്ടിക്കും, അതുകൊണ്ട് നമ്മളെ തടുക്കരുത്, നിങ്ങൾ പൊക്കോ എന്ന് പറയും. ഇതിന് നമ്മളെ പ്രാപ്തനാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പദ്ധതികള്, ഏതൊക്കെ ടൈപ്പ് മിസൈലുകളാണ് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ളത്, എല്ലാം നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിക്കാം. ഞാൻ പറഞ്ഞു പല ടൈപ്പ് ഉണ്ട്. യെസ്, സർഫസ് ടു സർഫസ് മിസൈല്, ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഭൂമിയുടെ പ്രതലത്തിലോട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈലുകളുണ്ട്. സർഫസ് ടു എയർ ഉണ്ട്, എയർ ടു എയർ ഉണ്ട്, പിന്നെ ടാങ്ക് ഭേദ മിസൈൽ ഉണ്ട്. നാഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ധാരാളം പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ വാട്ടർ ടാങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സൈഡിലൊക്കെ വന്നിട്ട് ഈ നാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഉള്ള ഓട്ടയിലൊക്കെ വന്നിട്ട് താമസിക്കത്തില്ലേ, അപ്പോൾ ടാങ്ക് വന്നിട്ട് കേടായി പോവല്ലേ. യെസ്, ടാങ്ക് ഭേദ മിസൈല്. എങ്കിൽ പൃഥ്വിരാജിനെ ആലോചിച്ചോളൂ, സെലിബ്രിറ്റിയാണ്. നമ്മുടെ സർഫസിൽ നിന്നും സർഫസിലുള്ള വില്ലന്മാരെ അദ്ദേഹം അടിച്ച് പ്രഹരിക്കുമല്ലേ, പ്രഹരിച്ച് ഇല്ലാതാക്കും. യെസ്, പൃഥ്വി, പ്രഹാർ, ഇതെല്ലാം സർഫസ് ടു സർഫസ് ആണ്. എങ്കിൽ അതിന്റെ മറ്റൊരു വെർഷനാണ് ധനുഷ്, അദ്ദേഹവും സെലിബ്രിറ്റിയാണ്, അദ്ദേഹം അതേപോലെ തന്നെയാണ്, വേറൊരു വേരിയന്റ് ആണ്. അപ്പൊ എല്ലാം കോഡിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് DRDOയെ കുറിച്ച് മത്സര പരീക്ഷയിൽ ചോദിക്കാറുള്ള കുറച്ച് ബേസിക് ഫാക്റ്റ് ആണ്. അത് നമുക്ക് കോഡിലൂടെ കണക്ട് ചെയ്തതിനു ശേഷം അടുത്തതിലേക്ക് കടക്കാം. അപ്പൊ DRDO സ്ഥാപിച്ച വർഷം എന്ന് ചോദിക്കും. അത് 1958 ജാനുവരി 1 എന്ന് ഓർത്തോളൂ. 1958 ആണ്. അപ്പൊ അതിലെ ലാസ്റ്റിലത്തെ രണ്ട് നമ്പർ 58 ഫൈറ്റ് എന്ന് ഓർത്തോളൂ. DRDO നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ട് നമുക്ക് സ്വയം പര്യാപ്തത ഈ മിസൈൽ ടെക്നോളജിയിൽ നേടുവാനായിട്ട് സ്ഥാപിതമായിട്ടുള്ള സംഘടനയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഫൈറ്റ് ചെയ്യാനാണ് DRDO വന്നത്. ഫൈറ്റ് എന്നാൽ പ്രാസം ഒപ്പിച്ച് 58 എന്ന് ഓർത്തോളൂ, അതാണ് ഫൈറ്റ്. നമ്മൾ റിപ്പബ്ലിക് ആയതിനു ശേഷം അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യം വരുന്ന 58 എപ്പോഴാണ്? 1958, 1958 അല്ലേ. അപ്പൊ ആ ഫൈറ്റ് ആണ്. അപ്പോഴുള്ള ന്യൂ ഇയറിനാണ് വന്നതെന്നും ഓർത്തോളൂ. ജാനുവരി 1 തന്നെ മിസൈലിന് വേണ്ടിയിട്ടുള്ള കാര്യം തുടങ്ങി വെക്കാനായിട്ട് DRDO നിലവിൽ വന്നു. അങ്ങനെ കണക്ട് ചെയ്യാമെങ്കിൽ DRDOയുടെ ആസ്ഥാനം ന്യൂ ഡൽഹിയാണ്. DRDOയിൽ ഏറ്റവും കൂടുതലുള്ള ലെറ്റർ ഏതാ? DD. അത് വെച്ചിട്ട് ഓർത്താൽ മതി, ഡൽഹി. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലാണ്, അവിടെയാണ് പാർലമെന്റ് ഒക്കെ ഉള്ളത്. അപ്പൊ എപ്പോഴും ഒരു വിളിപ്പുറത്ത് തന്നെ DRDO വേണം, അതുകൊണ്ട് ഡൽഹിയിൽ സ്ഥാപിതമായി എന്നും ഓർത്തോളൂ. DRDO ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂ ഡൽഹിയിലാണ്. എങ്കിൽ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എന്ന് ചോദിക്കും. അതാണ് സമീർ വി കാമത്ത്. 2026 ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അദ്ദേഹം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ സമീർ വി കാമത്ത് വളരെ കാമായിട്ട് അദ്ദേഹം DRDOയിൽ ഇരുന്ന് മിസൈലുകളുടെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കണക്ട് ചെയ്ത് ഓർത്തോളൂ. എങ്കിൽ DRDOയുടെ ആദ്യത്തെ ഡയറക്ടർ ആര് എന്ന് ചോദിക്കും. അതാണ് DS കോത്താരി. നമുക്ക് ആദ്യമായിട്ട് മിസൈൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ഥാപിതമായ സംഘടനയാണല്ലേ. അപ്പൊ അവിടുത്തെ ഡയറക്ടർ വരുമ്പോഴത്തേക്കും ജനങ്ങളെല്ലാം അദ്ദേഹത്തെ നോക്കി കോരിത്തരിക്കും. അതാണ് കോത്താരി. 1958 അദ്ദേഹം അവിടെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത്. എങ്കിൽ DRDO ദിനം എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഫൈറ്റ് 58 1958 ന്യൂ ഇയറിനാണ് വന്നത്. യെസ്, ജാനുവരി 1. അപ്പൊ അത് തന്നെയാണ് DRDO ദിനം എന്നും ഓർത്തോളൂ. എങ്കിൽ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആര് എന്ന് ചോദിക്കും. രാജ്നാഥ് സിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പ്രത്യേകിച്ച് കോഡിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഡിഫൻസിന്റെ രാജാവാണ് രാജ്നാഥ് സിംഗ് എന്നും ഓർത്തോളൂ. എങ്കിൽ DRDOയുടെ മോട്ടോ ബലസ്യ മൂലം വിജ്ഞാനം എന്നാണ്. ശാസ്ത്രത്തിലൂടെ ബലം നേടുക. യെസ്, DRDOയുടെ ലക്ഷ്യം അത് തന്നെയല്ലേ,
നമുക്ക് ശക്തമായിട്ടുള്ള മിസൈലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട്. ശാസ്ത്രത്തിലൂടെ നമ്മൾ വികസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബലവാന്മാരായി അത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വേറെ ആരും നമുക്ക് നല്ല മിസൈലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ആരും പെട്ടെന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. ശക്തനോട് എപ്പോഴും വന്നിട്ട് ഒരു കോംപ്രമൈസ് ഡീലിലായിരിക്കും തിരിച്ച് ദുർബലനായിട്ടുള്ള ഒരാള് പെരുമാറുന്നതെന്ന് കോഡിനായിട്ട് അങ്ങനെ ഓർത്തോളൂ. അപ്പൊ ബലസ്യ മൂലം വിജ്ഞാനം. ഓക്കെ, സ്ട്രെങ്ത് ഒറിജിൻ ഈസ് സയൻസ് എന്നാണ്. സയൻസിലൂടെ എന്നാണ് ബലം നേടുക എന്ന്. എങ്കിൽ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് DRDOയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മിസൈൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ പരീക്ഷണങ്ങളാണ്. അൺഫോർച്ചുനേറ്റ്ലി ആദ്യത്തെ 3 പരീക്ഷണങ്ങളും നമുക്ക് തോൽവിയാണ് സമ്മാനിച്ചിട്ടുള്ളത് എന്നും ഓർത്തോളൂ. അത് ഏതൊക്കെയെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. 1960 വന്നിട്ടുള്ള പ്രോജക്ട് ഇൻഡിഗോ. ഇന്ത്യ എപ്പോഴും മിസൈലിന്റെ മുകളിലോട്ട് ഗോ എന്ന് പറഞ്ഞാണ് അയക്കുന്നതെന്ന് ഓർത്തോളൂ. അതാണ് പ്രോജക്ട് ഇൻഡിഗോ. ഇത് ആരംഭിച്ചിട്ടുള്ളത് 1960 സിന്ധു നദീജല കരാറ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒപ്പിട്ട വർഷം എന്ന് ഓർത്തോളൂ. പാകിസ്ഥാന്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് സിന്ധു നദിയിലെ ജലം അവർക്ക് കൊടുത്തിട്ട് ഇവിടെ ഉമ്മര് പണി വെച്ച് തരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സൈഡിൽ നിന്നിട്ട് നമ്മൾ മിസൈൽ പരീക്ഷിക്കുകയാണ്. ഇന്ത്യ ഗോ എന്ന് പറഞ്ഞിട്ടാണ് പരീക്ഷിച്ചത്. അതാണ് പ്രോജക്ട് ഇൻഡിഗോ. 1960 വന്നത്. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ 1970 വന്ന മറ്റു 2 പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ഡെവില്, പ്രോജക്ട് വാലിയന്റ്. 1970 നമ്മളൊരു ഡെവിൽ ആയിട്ടുള്ളതും വില്ലൻ ആയിട്ടുള്ളതുമായിട്ടുള്ള മിസൈൽ പരീക്ഷിച്ചു എന്ന് ഓർത്തോളൂ. അത് പരീക്ഷിച്ചത് ആരുടെ അണ്ടറിൽ ആണ് എന്ന് ചോദിക്കും. അതാണ് BD നാഗ് ചൗധരി. ഇങ്ങനെ ഓർത്താൽ മതി. ഒരു നാഗമായിട്ടുള്ള ഒരു മനുഷ്യനാണ് BD ഒക്കെ വലിച്ചുകൊണ്ടിരുന്നിട്ട് ഈ ഡെവിലും വില്ലനുമായിട്ടുള്ള മിസൈലുകളെ പരീക്ഷിച്ചത്. 1970 ഡെവിലും വില്ലനും അല്ലേ മിസൈല്. അപ്പൊ പറഞ്ഞാൽ കേൾക്കില്ല, അതും ഫെയിലിയർ ആണ് എന്നോർത്തോളൂ. അപ്പൊ BD നാഗ് ചൗധരി അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ആദ്യത്തെ ആന്റി ടാങ്ക് മിസൈലൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോ ആദ്യത്തെ 3 ഫെയിലിയറിലായിട്ടുള്ള പരീക്ഷണങ്ങൾ ഏതൊക്കെയായിരുന്നു? പ്രോജക്ട് ഇൻഡിഗോ 1960 സിന്ധു നദീജല കരാറുമായിട്ട് കണക്ട് ചെയ്ത വർഷം ഓർത്തോളൂ. ഇന്ത്യ ഗോ എന്ന് പറഞ്ഞാണ് മുകളിലോട്ട് മിസൈൽ അയക്കുന്നത്. എങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഒരു വില്ലനെയും ഡെവിലിനെയും നാഗം ഉരുവാക്കി എന്നാണ് പറഞ്ഞത്. യെസ്, പ്രോജക്ട് ഡെവില്, പ്രോജക്ട് വേലിയന്റ് 1970 BD നാഗ് ചൗധരി. ഇത് 3ഉം ഫെയിലിയർ ആയി. അങ്ങനെ മടുത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം മുമ്പോട്ട് വരുന്നത്. യെസ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് നമ്മൾ മിസൈൽ ടെക്നോളജി നേടി അതിലൂടെ മിസൈൽ പരീക്ഷിച്ച സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം വന്നിട്ടുള്ളത്. അതാണ് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ IGMDP എന്ന് ഓർത്തോളൂ. അത് ഏത് വർഷമാണ് എന്ന് ചോദിക്കും. അത് 1983 ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. IG എന്നാൽ ഇന്ദിരാഗാന്ധി എന്നും ഓർത്തോളൂ. ഇന്ദിരാഗാന്ധിയുടെ അവസാന കാലഘട്ടത്തിലാണ് ഈ പ്രോഗ്രാം വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ മരിക്കുന്നതിനും 1 വർഷം മുന്നേ 1984 വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നത്. അപ്പൊ അതിനും 1 വർഷം മുന്നേ 1983. ഈ IG എന്നാൽ ഇന്ദിരാഗാന്ധി എന്നും ഓർത്തോളൂ. ഈ പ്രോഗ്രാം കൊണ്ടുവരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ODI വേൾഡ് കപ്പ് നേടുന്നതും 1983 നിവിൻ പോളിയുടെ സിനിമയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാതെ ആ സന്തോഷത്തില് നമ്മൾ ഇവിടെ നിന്നിട്ട് മിസൈൽ പരീക്ഷണവും നടത്താനുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാമും തുടങ്ങി എന്ന് ഓർത്തോളൂ. അങ്ങനെ മിസൈല് നിർമ്മിക്കാനുള്ള പ്രോഗ്രാമൊക്കെ ആയി. ഇനി ഇന്ദിരാഗാന്ധി അബ്ദുൽ കലാമിനോട് ചോദിക്കും എന്ന് ഓർത്തോളൂ. ഇനി മിസൈല് ഉണ്ടാക്കാനായിട്ട് എന്താണ് വേണ്ടത്? അപ്പൊ അബ്ദുൽ കലാം പറയും, ആദ്യം എന്റെ പേരിലൊരു കോംപ്ലക്സ്. യെസ്, APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് അങ്ങനെ വന്നു എന്ന് കോഡിനായിട്ട് ഓർത്തോളൂ. അദ്ദേഹത്തിന്റെ പേരിൽ മിസൈൽ ഉണ്ടാക്കാനായിട്ട് വലിയൊരു കോംപ്ലക്സ് വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇന്ദിരാഗാന്ധി ചോദിക്കും, ഇത് എവിടെയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, മിസൈലൊക്കെ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ എല്ലായിടമൊന്നും പറ്റത്തില്ല. അപ്പൊ ഹൈലി പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലം വേണം. അപ്പൊ അവർ പറയാം, എങ്കിൽ ഹൈദരാബാദിൽ വെച്ചോളൂ. അതാണ് ഹൈ എന്നുണ്ടല്ലോ, ഹൈലി പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലം. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന്റെ പേരിലൊരു കോംപ്ലക്സ് അവിടെ വന്നു ഇതിന്റെ ഭാഗമായിട്ട്. എന്നിട്ട് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തോട് ചോദിക്കും, ഇനി എന്താണ് വേണ്ടത്? അപ്പോ അദ്ദേഹം പറയും, ഇനി മിസൈലിന് ഒരു അസലായിട്ടുള്ള ഡിസൈൻ ആണ് വേണ്ടത്. നല്ല ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലേ. യെസ്, അപ്പൊ അസല് ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് അഡ്വാൻസ്ഡ് സിസ്റ്റം ലബോറട്ടറിയും കൊടുത്തു എന്ന് ഓർത്തോളൂ. അസല് ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം വേണം. മിസൈലാണ് ഉണ്ടാക്കുന്നത്, കമ്പ്യൂട്ടർ അല്ലേ. അങ്ങനെയും കണക്ട് ചെയ്തോളൂ. അത് അസലാണ്, അസല് ഡിസൈൻ ആണ് എന്നോർത്തോളൂ. A എന്നാൽ അഡ്വാൻസ്ഡ് സിസ്റ്റം ലബോറട്ടറി. അതും ആ കോംപ്ലക്സിനുള്ളിൽ
ഹൈദരാബാദിൽ തന്നെയാണ് എന്നോർത്തോളൂ. ഇതെല്ലാം ഹൈദരാബാദിലാണ് നടക്കുന്നത്. അപ്പോ ആദ്യം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കോംപ്ലക്സ് കൊടുത്തു, എന്നിട്ട് അവിടെ അസൽ ഡിസൈൻ ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം കൊടുത്തു. ഇനി എന്താണ് വേണ്ടത്? അപ്പൊ പറഞ്ഞു മിസൈലൊക്കെ ഉണ്ടാക്കുകയാണ്, അവിടെ ഒരുത്തനും ഒരു ബീഡി പോലും കൊണ്ട് കടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ആ കോംപ്ലക്സിനുള്ളിൽ എനിക്ക് വേണം. BD എന്നാൽ ഭാരത് ഡൈനാമിക്സ് എന്നും ഓർത്തോളൂ. അവിടെ വച്ചിട്ടാണ് മിസൈല് നിർമ്മിക്കുന്നത്, DRDO എന്നും ഓർത്തോളൂ. അതും ഹൈദരാബാദിലായിരിക്കുമല്ലോ. ഇതെല്ലാം ഈ കോംപ്ലക്സിനുള്ളിലാണ് നടക്കുന്നതെന്ന് ഓർത്താൽ മതി. അപ്പൊ ഭാരത് ഡൈനാമിക്സ് BD പോലും കൊണ്ട് കടക്കാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ച് മിസൈല് നിർമ്മിക്കും. ഇത് മൂന്നും ഹൈദരാബാദില്. അങ്ങനെ മിസൈല് നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പം ഇന്ദിരാഗാന്ധി ചോദിക്കും, ഇനി ഇതെവിടെ പരീക്ഷിക്കും? അപ്പൊ അബ്ദുൽ കലാം പറയും, അയ്യോ ഇവിടെ പരീക്ഷിക്കാൻ പറ്റൂല, കാരണം വേറെ മിസൈലൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയൊരു തീപ്പൊരി മതി, നിന്ന് കത്തും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അബ്ദുൽ കലാം പറഞ്ഞു, നമുക്ക് ഈ മിസൈലിന് ഒരു വീലും ഘടിപ്പിച്ചിട്ട് ഓടിച്ചൊരു ദ്വീപിലോട്ട് കൊണ്ടുപോകാം. യെസ്, അതാണ് വീലർ ദ്വീപ്, ഒഡീസ. യെസ്, DRDOയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം എവിടെ എന്ന് ചോദിച്ചാൽ വീലർ ദ്വീപ്, ഒഡീസ. അതാണ് മിസൈലിന് വീലും ഘടിപ്പിച്ച് ദ്വീപിലോട്ട് ഓടിച്ചു കൊണ്ടുപോകും എന്ന് ഓർത്തോളൂ. അപ്പൊ അവിടെ എവിടെ വെച്ചിട്ട് വിക്ഷേപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത്തി ശാന്തിയുള്ളൊരു പുരയുണ്ട്, അവിടെ വെച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് വിക്ഷേപിക്കാന്നും പറഞ്ഞു എന്നോർത്തോളൂ. യെസ്, ചാന്ദിപ്പൂരിലാണ്. ചാന്ദിപ്പൂർ, വീലർ ദ്വീപ്, ഒഡീസ, അവിടെയാണ് DRDOയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം നടക്കുന്നത്. അത് ഇപ്പോഴത്തെ പേര് APJ അബ്ദുൽ കലാം ഐസ്ലാൻഡ് ആണ് എന്നും ഓർത്തോളൂ. അദ്ദേഹമല്ലേ ഇതൊക്കെ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഐസ്ലാൻഡിന് ആ പേരും നൽകി എന്ന് ഓർത്തോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മൾ നോക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? എങ്കിൽ 1983 ആരംഭിച്ച AGMDP പദ്ധതി 25 വർഷമായിരുന്നു അതിന്റെ കാലാവധി, ഡ്യൂറേഷൻ. അതിനുള്ളിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ധാരാളം പരീക്ഷണങ്ങൾ നടത്തി എന്നും ഓർത്തോളൂ. പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്. എങ്കിൽ അതിന്റെ പേരിൽ വന്നിട്ടുള്ള മിസൈലുകൾ, 5 സക്സസ്ഫുൾ ആയിട്ടുള്ള മിസൈലുകളാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. പൃഥ്വി, അഗ്നി, ആകാശ്, തൃശൂല്, നാഗ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എങ്കിൽ ഈ 2008 വരെയാണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ സക്സസ്ഫുൾ ആയതിനു ശേഷം ഇന്ത്യക്ക് സ്വന്തമായിട്ട് മിസൈൽ ടെക്നോളജിയൊക്കെ ഉരുവായി. അങ്ങനെ ഇന്ത്യ 2016 ജൂൺ 27 MTCR മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീമില് ജോയിൻ ചെയ്തു എന്നും ഓർത്തോളൂ. അബ്ദുൽ കലാം മരിക്കുന്നത് 2015 ജൂലൈ 27 ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം, ഒരു മാസം മുന്നേ 2016 ജൂൺ 27 MTCRല് നമ്മൾ ജോയിൻ ചെയ്തു. ലോകരാജ്യങ്ങളൊക്കെ വന്നിട്ട് ഈ ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളിലേക്ക് വന്നിട്ട് അവരുടെ അറ്റാക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ചാൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഘടനയാണ്. അവിടെ ഇന്ത്യയെ ജോയിൻ ചെയ്യിപ്പിച്ചു. കാരണം നമ്മൾ ശക്തരായി, ഒന്നും ചെയ്യല്ലേടേ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു എന്നും ഓർത്തോളൂ. എങ്കിൽ നമുക്ക് ഓരോരോ മിസൈലുകളായിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് DRDO സക്സസ്ഫുള്ളി പരീക്ഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ DRDOയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആദ്യത്തെ മിസൈൽ ഏത് എന്ന് ചോദിക്കും. അതാണ് പൃഥ്വി മിസൈല്. നമ്മുടെ പൃഥ്വിരാജ്, നടൻ പൃഥ്വിരാജിനെ വെച്ചിട്ട് ഓർത്താൽ മതി. സർഫസ് ടു സർഫസ് എയർ മിസൈലാണ് പൃഥ്വി എന്നും ഓർത്തോളൂ. ലൂസിഫറിലുള്ള പൃഥ്വിരാജിനെ ഓർത്താൽ മതി. സർഫസ് ടു സർഫസ്, ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ശത്രുക്കളെ അറ്റാക്ക് ചെയ്യുകയാണ് ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ. അത് വെച്ചിട്ട് ഓർത്താൽ മതി. അപ്പോ സർഫസ് ടു സർഫസ് മിസൈലാണ്. ഇത് പരീക്ഷിച്ചത് എവിടെ എന്ന് ചോദിച്ചാൽ ഒഡീസയിലെ ചാന്ദിപ്പൂരിലെ വീലർ ഐസ്ലാൻഡ് അഥവാ അബ്ദുൽ കലാം ദ്വീപിൽ വെച്ചിട്ടാണ് ഇത് പരീക്ഷിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മിസൈലൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? വീല് വെച്ച് മിസൈലിനെ ദ്വീപിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഓർത്താൽ മതി. അത് ചാന്ദിപ്പൂർ, ഒഡീസയിലാണ്. എങ്കിൽ പൃഥ്വിന് 3 വകഭേദങ്ങൾ ഉണ്ട് എന്നും ഓർത്തോളൂ. പൃഥ്വി 1, ആ 1ൽ തുടങ്ങി ഒരു 50 കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 150 കിലോമീറ്റർ മുതലാണ് പൃഥ്വി 1ന്റെ പരിധി. എങ്കിൽ പൃഥ്വി 2, ആ 2ൽ തുടങ്ങി 50 കൂടെ ഇട്ട് കൊടുത്താൽ 250, പിന്നെ ഒരു 100 കൂട്ടിയാൽ 250 to 350 കിലോമീറ്റർ ആണ് പൃഥ്വി 2ന്റെ പരിധി. എങ്കിൽ പൃഥ്വി 3, ആ 3ൽ നിന്നും ഒരു 50 കൂടി ഇട്ട് കൊടുക്കാം, 350. അതിന്റെ ഇരട്ടിയായിട്ടുള്ള 700 കിലോമീറ്ററും കൂടെയാണ്. 350 to 700 കിലോമീറ്റർ ആണ് പൃഥ്വി 3ന്റെ പരിധി. അണുവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട് പൃഥ്വിന് എന്നും ഓർത്തോളൂ. പൃഥ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിലെ പൃഥ്വിരാജിന്റെ ക്യാരക്ടറാണ് ഓർക്കാൻ പറഞ്ഞത്. ഭയങ്കര ഡേഞ്ചർ ആണല്ലേ. അപ്പൊ അണുവായുധം വരെ വഹിക്കാൻ ശേഷിയുണ്ട് എന്ന് ഓർത്താൽ മതി. എങ്കിൽ ഇനി നോക്കാനുള്ളത് ധനുഷ് മിസൈലാണ്. പൃഥ്വിയുടെ നാവിക സേനാ പതിപ്പാണ് ധനുഷ് എന്ന് ഓർത്തോളൂ. ധനുഷും സെലിബ്രിറ്റി അല്ലേ പൃഥ്വിനെ പോലെ. അപ്പോ ധനുഷിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും മറിയാൻ സിനിമയുടെ കഥ ഓർത്താൽ മതി. ഫുള്ള് കടലിലാണ്. അപ്പോ കടലിൽ നിന്നാണ് കളി. അദ്ദേഹം പൃഥ്വിനെ പോലെ തന്നെ, പൃഥ്വി സർഫസിൽ നിന്ന് സർഫസിലോട്ട് മാത്രം അയക്കുന്നു എന്നുണ്ടെങ്കിൽ, ധനുഷ് ആണ് എന്നുണ്ടെങ്കിൽ ഷിപ്പിൽ നിന്നും സർഫസിലോട്ട് തൊടുക്കാൻ പറ്റുന്ന
മിസൈലാണ് എന്നും ഓർത്തോളൂ. മരിയാൻ സിനിമയുടെ കഥ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അറിയാം. അദ്ദേഹം കടലിൽ നിന്നും വന്ന് കുറച്ച് കടൽക്കൊള്ളക്കാർ പിടിച്ചുകൊണ്ട് പോയി, പിന്നെ കരയിലോട്ട് വന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആക്രമണം, അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് ഭദ്രമായിട്ട് നാട്ടിലോട്ട് പോകുന്നതാണ് അതിന്റെ കഥ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ധനുഷ് മിസൈൽ ലോഞ്ച് ചെയ്ത ഏതിൽ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രമായിട്ട് നാട്ടിലോട്ട് എത്തി എന്നല്ലേ പറഞ്ഞത്. INS സുഭദ്ര എന്നും ഓർത്തോളൂ. DRDO ആണ് നിർമ്മിച്ചത്. എങ്കിൽ ധനുഷിന്റെ ദൂരപരിധി എത്രയെന്ന് ചോദിക്കും. പൃഥ്വി 3 നമ്മൾ പറഞ്ഞത് 3 തുടങ്ങി 50 കിലോമീറ്റർ, 350 to 700 ആണ്. അപ്പൊ ധനുഷിന്റെ ദൂരപരിധി അതുപോലെ തന്നെ 350 കിലോമീറ്റർ ആണ് റേഞ്ച് എന്നും ഓർത്തോളൂ. ഇതും അണുവായുധം ശേഷിയുള്ള മിസൈൽ ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ പൃഥ്വിയും ധനുഷൊക്കെ നമ്മൾ പറഞ്ഞു, അത് വന്നിട്ട് ഷോർട്ട് റേഞ്ച് മിസൈൽ ആണ്. ഇനി നമുക്ക് വേണ്ടത്, രാജ്യത്തിന് വേണ്ടത് ഭൂഖണ്ഡാന്തര മിസൈലാണ്. കാരണം നമ്മുടെ ശത്രുക്കൾ പലരും വന്നിട്ട് ഈ ഭൂഖണ്ഡത്തിനും പുറത്ത് നിന്നുകൊണ്ട് അവന്മാരെ കയറി അടിക്കണമെന്നുണ്ടെങ്കിൽ ഭൂഖണ്ഡത്തിൽ നിന്നും പുറത്തോട്ട് അയക്കാൻ പറ്റുന്ന മിസൈലുകൾ വേണം. അതിന് ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള പൃഥ്വിയും ധനുഷൊന്നും പറ്റത്തില്ല. അതിന് പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ടുള്ള അഗ്നിയുടെ സഹായം വേണം എന്ന് ഓർത്തോളൂ. യെസ്, അതാണ് അഗ്നി മിസൈല്. അഗ്നി 5 ആണ് ആദ്യത്തെ ഭൂഖണ്ഡാന്തര മിസൈല്. പഞ്ചഭൂതം എന്നല്ലേ പറഞ്ഞു. അപ്പൊ അഗ്നി 5 വന്നപ്പോഴത്തേക്കും നമ്മൾ അതെല്ലാം ആവാഹിച്ചുകൊണ്ട് ഭൂഖണ്ഡം വിട്ട് പുറത്ത് മിസൈൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി. യെസ്, അഗ്നി 5. ആ പേര് സൂചിപ്പിക്കുന്ന 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 കിലോമീറ്റർ, 5000ത്തിന് പുറത്ത് വന്നിട്ട് അതിന് വിക്ഷേപിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ 5000 കിലോമീറ്ററിന് പുറത്ത് പോകുമ്പോഴത്തേക്കും വേറെ ഭൂഖണ്ഡത്തിൽ ചെന്ന് നിൽക്കും എന്ന് ഓർത്തോളൂ. എങ്കിൽ ഈ അഗ്നി 5ന്റെ പ്രോജക്ട് ഡയറക്ടർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസി തോമസ്. അവര് മലയാളിയാണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. എങ്കിൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ APJ അബ്ദുൽ കലാം ആണ് എന്നും ഓർത്തോളൂ. അഗ്നിക്ക് ഇത് മാത്രമല്ല പല ഇതുണ്ട്. അഗ്നി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 to 1200 കിലോമീറ്റർ ആണ്. അഗ്നി 1ന്റെ റേഞ്ച് ഏകദേശം ആവറേജ് 1000 വരും എന്നോർത്തോളൂ. അതൊരു മീഡിയം റേഞ്ച് ആയിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിൽ അഗ്നി 2ൽ തുടങ്ങുന്നത് 2000 മുതലാണ് സ്റ്റാർട്ടിങ്. അഗ്നി 3000 കിലോമീറ്റർ ആണ് റേഞ്ച്. 4000 5 ആണെന്നുണ്ടെങ്കിൽ 5000 പ്ലസ്. അപ്പൊ 5000 കിലോമീറ്ററിന് അപ്പുറം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ കോണ്ടിനെന്റ് ആകും എന്ന് ഓർത്തോളൂ ഭൂഖണ്ഡം. ഓക്കെ, എങ്കിൽ അഗ്നി 6 6000 അല്ല, അതിന്റെ ഇരട്ടിയായിട്ടുള്ള 12000 ആണ്. അഗ്നിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ചോദിക്കും, അതെപ്പോഴും പ്രൈം ആയിരിക്കും. യെസ്, അഗ്നി പ്രൈം എന്നും ഓർത്തോളൂ. അത് 1000 to 2000 കിലോമീറ്റർ ആണ്. ന്യൂ ജനറേഷൻ മിസൈൽ ആണ് എന്നും ഓർത്തോളൂ. അപ്പൊ അഗ്നിയുടെ സഹായത്തോടു കൂടി ഇന്ത്യ വേറെ ഭൂഖണ്ഡത്തിലോട്ട് അഗ്നി 5 അയച്ചു എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. എങ്കിൽ ഇനി നോക്കാനുള്ളത് ബ്രഹ്മോസ് മിസൈല്. ഇത് ക്രൂയിസ് മിസൈലാണ്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈല്. എങ്കിൽ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് പറഞ്ഞത്. ബാലിസ്റ്റിക് മിസൈൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് നിന്നും എപ്പോഴും മിസൈല് വിക്ഷേപിക്കാനായിട്ട് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമധ്യരേഖ പ്രദേശത്തായിരിക്കും കേട്ടോ. അവിടെ നിന്ന് 45 ഡിഗ്രി ആംഗിളിലാണ് വിക്ഷേപിക്കുന്നത്. അങ്ങനെ വിക്ഷേപിക്കുമ്പോഴത്തേക്കും ബാലിസ്റ്റിക് മിസൈൽ ആദ്യം വന്നിട്ട് ഇന്ധനത്തിന്റെ സഹായത്തോടുകൂടി പറന്നു വരികയും പിന്നെ എന്താണ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ സഹായത്തോടു കൂടി അതിന്റെ പുഷിൽ വന്നിട്ട് ലക്ഷ്യസ്ഥാനത്ത് പതിക്കും എന്ന് ഓർത്തോളൂ. എങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ അത്ര ഷാർപ്പല്ല. ലക്ഷ്യം കാണുന്നില്ല, ലക്ഷ്യം കാണും പക്ഷെ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വീഴണമെന്നില്ല. എങ്കിൽ ക്രൂയിസ് മിസൈൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിമാനം പോലെയാണ്. വിമാനം പോലെ എഞ്ചിന്റെ സഹായത്തോടു കൂടി ഭൂമിയുടെ താഴ്ത്തട്ടിലൂടെ തന്നെ താഴ്ന്ന് പറക്കാൻ കഴിവുള്ള മിസൈലാണ് ക്രൂയിസ് മിസൈൽ. ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള മിസൈലാണ് എന്ന് ഓർത്തോളൂ. കാരണം കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള കഴിവ് ഭയങ്കര കൂടുതലാണ്. കാരണം എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല താഴ്ന്നു പറക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ സെൻസർ ചെയ്യാനുള്ള റഡാറിനെയൊക്കെ വെട്ടിച്ച് പോകാനുള്ള കഴിവുണ്ട്. കാരണം ഇത് നമ്മുടെ നേരെയാണ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പോയാൽ അത് നമ്മളെ നോക്കി ഇങ്ങോട്ട് വരുമെന്നും നമ്മൾ ഇങ്ങോട്ട് പോയാൽ അത് തിരിച്ച് ഇങ്ങോട്ട് വരുമെന്ന് ചുമ്മാ ഓർത്തോളൂ. അപ്പൊ അത്രയും ഷാർപ്പാണ് ക്രൂയിസ് മിസൈൽ. ക്രൂയിസ് മിസൈൽ എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബ്രഹ്മോസ് മിസൈല് ക്രൂയിസ് മിസൈൽ ആണ്. അത് ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് വികസിപ്പിച്ച മിസൈൽ ആണ് എന്നും ഓർത്തോളൂ. ആ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ ബ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയും മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലെ മോസ്കോ നദിയും ആണ് എന്നോർത്തോളൂ. ആ പേര് നൽകിയത് നമ്മുടെ മിസൈൽ മാൻ ആയിട്ടുള്ള APJ അബ്ദുൽ കലാം ആണ്. എങ്കിൽ അത് ശബ്ദത്തെക്കാൾ 2 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലാണ്. അതിനെ സൂപ്പർ സോണിക് എന്ന് പറയും. സൂപ്പർ സോണിക് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഓക്കെ അതാണ് ശബ്ദത്തിന്റെ 2 ഇരട്ടി. സൂപ്പർ ആണോ സൂപ്പർ സോണിക് ആണോ? യെസ്, ഡബിൾ ഓക്കെ ശബ്ദത്തിന്റെ 2 ഇരട്ടി. അപ്പൊ സൂപ്പർ സോണിക് മിസൈലാണ് ബ്രഹ്മോസ്. എങ്കിൽ സബ്സോണിക് എത്രയെന്ന് ചോദിക്കും. ശബ്ദത്തിന്റെ സബ്ബാണ്. സബ് എന്ന് പറഞ്ഞാൽ പകുതി എന്ന് ഓർത്തോളൂ. എന്റെ സബ് എന്ന് പറഞ്ഞാൽ എന്റെ പകുതി എന്ന് ഓർത്താൽ മതി. അപ്പോ ശബ്ദത്തിന്റെ സബ്ബാണ് സബ്സോണിക്.
എങ്കിൽ ഹൈപ്പർസോണിക് എത്രയെന്ന് ചോദിക്കും. ശബ്ദത്തെക്കാൾ 5 ഇരട്ടി അധികം വേഗതയുള്ളതാണ് ഹൈപ്പർസോണിക്. ഹൈ 5 എന്ന് ഓർത്തോളെ. ഹൈ 5 അതാണ് ഹൈപ്പർസോണിക്. ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗത അധികം. എങ്കിൽ ബ്രഹ്മോസ് ഡബിൾ ആണ്. ഡബിൾ ഓക്കെ, അതാണ് ഡബിൾ. എന്നാൽ സൂപ്പർ സോണിക് ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കും. പക്ഷേ 290 കിലോമീറ്റർ ടു 300 കിലോമീറ്റർ ആണ് റേഞ്ച്. ഈ 300 കിലോമീറ്ററിൽ ഭയങ്കര വേഗതയിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് ഓർത്താൽ മതി. ഇത് ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈൽ ആണ്. ഇത് തൊടുത്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറന്നേക്കൂ. കൃത്യസ്ഥാനം വന്നിട്ട് അത് കണ്ടെത്തി അത് ഭേദിച്ച് അവിടെ അങ്ങ് നശിപ്പിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് കഴിയും. പിന്നെ തിരിച്ചു വരില്ല. ഫയർ ആൻഡ് ഫോർഗെറ്റ് ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് ബ്രഹ്മോസിന്റെ വേറൊരു പതിപ്പായിട്ട് നമ്മുടെ DRDO തന്നെ നിർമ്മിച്ച മറ്റൊരു മിസൈലാണ്. അതും ക്രൂയിസ് മിസൈലാണ്. നിർഭയ ക്രൂയിസ് മിസൈല്. നിർഭയ ക്രൂയിസ് മിസൈൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നിർമ്മിച്ചതാണെന്നുണ്ടെങ്കിൽ നിർഭയ. ഇത് പക്ഷേ ശബ്ദത്തിന്റെ പകുതി വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. സബ്സോണിക്. മറ്റത് റഷ്യയും കൂടെ വരുമ്പോഴാണ് ബ്രഹ്മോസ് ഇരട്ടി വേഗതയാവുന്നത്. ഇത് പകുതി വേഗത. പക്ഷെ പതിയെ പോകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ദൂരം പോകാൻ കഴിയും എന്നും ഓർത്തോളൂ. 1000 കിലോമീറ്റർ ആണ് നിർഭയയുടെ ദൂരപരിധി. അപ്പൊ ബ്രഹ്മോസും നിർഭയയും വന്നിട്ട് ക്രൂയിസ് മിസൈലാണ്. ക്രൂയിസ് മിസൈൽ എന്നാ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ. ബ്രഹ്മാവ് നിർഭയം സഞ്ചരിക്കും. ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് സൂപ്പർ അല്ലേ, സൂപ്പർ സോണിക് ആണ്. നിർഭയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിന്റെ പകുതി വേഗതയില് പതിയെ ദൂരം കൂടുതൽ സഞ്ചരിക്കും. 1000 കിലോമീറ്റർ സഞ്ചരിക്കും എന്നും ഓർത്തോളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സർഫസ് ടു എയർ മിസൈൽ ആണ്. സർഫസ് ഭൂമിയിൽ നിന്നും എയറിലോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്, ആകാശത്തോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈല് എന്ന് ഓർത്തോളൂ. നമ്മൾ ആദ്യം നോക്കിയത് പൃഥ്വിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിൽ നിന്നും സർഫസിലോട്ട് യുദ്ധം ചെയ്യുന്ന സെലിബ്രിറ്റി എന്നാണ് നമ്മൾ പഠിച്ചത്. എങ്കിൽ ഇനി അങ്ങനെയല്ല. നമ്മൾ കാർഗിൽ യുദ്ധം വെച്ച് ആലോചിച്ചാൽ മതി. യവന്മാര് കാർഗിലിന്റെ മലയുടെ മുകളിൽ വന്നിട്ട് കീഴടക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ അടുത്ത് യുദ്ധം ചെയ്തത്. നമ്മൾ തിരിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ താഴെ നിന്നിട്ട് മുകളിലോട്ട് അറ്റാക്ക് ചെയ്യണം. അങ്ങനെ ഓർത്തോളൂ. നമ്മൾ അറ്റാക്ക് ചെയ്തത് ത്രിശൂലം എടുത്ത് ആകാശത്തോട്ട് എറിഞ്ഞു എന്ന് ഓർത്താൽ മതി. യെസ്, ത്രിശൂല്, ആകാശ് എന്നിവ രണ്ടും സർഫസ് ടു എയർ മിസൈൽ ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് വച്ചോളൂ. ആകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഭിമാന മിസൈൽ എന്ന് അറിയപ്പെടുന്നത് ആകാശാണ്. റേഞ്ച് 30 കിലോമീറ്റർ ആണ് എന്നുണ്ടെങ്കിലും വളരെ ഷാർപ്പാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ സർഫസ് ടു എയർ മിസൈൽ ആണ് ആകാശ്. എങ്കിൽ ത്രിശൂലും വന്നിട്ട് സർഫസ് ടു എയർ മിസൈൽ ആണ്. 9 കിലോമീറ്റർ ആണ് ദൂരപരിധി എന്നും ഓർത്തോളൂ. ആകാശത്തിലൂടെ എന്തൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആകാശാണെന്നുണ്ടെങ്കിൽ 30 കിലോമീറ്റർ റേഞ്ചിൽ വരെ വന്നിട്ട് അടിച്ചിടും. തൃശൂലാണെന്നുണ്ടെങ്കിൽ 9 കിലോമീറ്റർ റേഞ്ചിൽ വരെ വന്ന് അടിച്ചിടും എന്ന് ഓർത്താൽ മതി. സർഫസ് ടു എയർ മിസൈല്. എങ്കിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് എയർ ടു എയർ മിസൈൽ ആണ്. അസ്ത്രയാണ് അതിന് ഉദാഹരണം. നമ്മൾ പണ്ട് ഈ പുരാണ സീരിയലുകളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാം. 90s കിഡ്സ് ഒക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട്. ജയ് ഹനുമാൻ, ഈ ഓം നമ ശിവായ, അല്ലെങ്കിൽ ചന്ദ്രകാന്ത, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ വരും. നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിലൊക്കെ വന്നിട്ട് ഈ TV സീരീസിൽ യുദ്ധം കാണിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എടുത്തതിന്റെ അമ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേക വന്നിട്ട് സിദ്ധിയുള്ള അമ്പാണ് എന്നുണ്ടെങ്കിൽ എയറിൽ വെച്ച് തന്നെ സ്പ്ലിറ്റായി വേറെ ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഓർത്താൽ മതി. അസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ടു എയർ ആണ്. എയറിൽ വെച്ച് തന്നെ ഈ അമ്പ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ സ്പ്ലിറ്റായി പോകും എന്ന് ഓർത്താൽ മതി. അതാണ് എയർ ടു എയർ മിസൈൽ ആണ് അസ്ത്ര. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. എങ്കിൽ ഇന്ത്യയുടെ സ്വന്തം ടാങ്ക് എന്നറിയപ്പെടുന്നത് അർജുനാണ്. ഇങ്ങനെ ഓർത്തോളൂ. അർജുൻ എന്ന് പറയുന്ന ആള് ഭയങ്കര ടാങ്ക് ആണ്. ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കള്ളുപിടിച്ച് കപ്പാസിറ്റി ഉള്ള ആൾക്കാരെയും ടാങ്ക് എന്നൊക്കെ സിനിമയിൽ പറയാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. അർജുൻ നല്ല ടാങ്ക് ആണ്. അർജുൻ ഭയങ്കര ടാങ്ക് ആണ് എന്ന് ഓർത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ പുരാണത്തിൽ മഹാഭാരതത്തിൽ അർജുനൻ രഥത്തിലല്ലേ വരുന്നത്, തേര് തെളിക്കുന്ന ശ്രീകൃഷ്ണൻ. ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ടാങ്കിലായിരുന്നു വന്നത്, മിലിറ്ററി ടാങ്കിലല്ലേ. അപ്പോ ആ ടാങ്കിന്റെ പേര്, പഴയ അർജുനന്റെ ആ രഥം വെച്ചിട്ട് ഓർത്താൽ മതി. ആ ടാങ്കിന്റെ പേര് അർജുനൻ എന്നാണ് ഇട്ടേക്കുന്നതെന്ന് ഓർത്തോളൂ. എങ്കിൽ ഇനി നോക്കാനുള്ളത് ആ ടാങ്കിനെ ഭേദിപ്പിച്ച് നശിപ്പിക്കാൻ കഴിവുള്ള മിസൈലാണ്. അതാണ് നാഗ്. ടാങ്ക് എന്ന് പറഞ്ഞ രഥം വെച്ചിട്ട് അർജുനെ ഓർക്കാനാണ് പറഞ്ഞത്. ഇത് ടാങ്ക് ഭേദ മിസൈല്. നമ്മുടെ വീടൊക്കെ ഓർത്താൽ മതി. നമ്മുടെ വീട്ടില് വാട്ടർ ടാങ്ക് ഒക്കെ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നിരപ്പിൽ പാമ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് സൈഡിൽ വന്നിട്ട് ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
പാമ്പ് അവിടെ എന്താണ് ആ ഹോളിനുള്ളിൽ ഇരുന്ന് അതിനെ കാർന്ന് തിന്നൊക്കെ നശിപ്പിക്കും എന്ന് ഓർത്തോളൂ. ആ ടാങ്കിനെ അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ ആന്റി ടാങ്ക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാഗ് സർഫസ് ടു സർഫസ് ഗൈഡഡ് മിസൈൽ ആണ്. സ്വാഭാവികമായിരിക്കും അല്ലെ, ടാങ്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നതും വന്നിട്ട് സർഫസിലായിരിക്കും, നാഗ് കഴിയുന്നതും സർഫസിലായിരിക്കും. സർഫസ് ടു സർഫസ് ആണ്. പിന്നെ വന്നിട്ട് ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈൽ ആണ്. ഒരിക്കൽ എന്താണ് വിക്ഷേപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് തിരിച്ച് എടുക്കാൻ പറ്റാത്ത സാങ്കേതിക വിദ്യയിലാണ് ഇത് ഉള്ളത് അല്ലേ. നാഗമായിട്ടുള്ള യുദ്ധം വരെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളല്ലേ കാണും. അങ്ങനെ ഓർത്താലും മതി. എങ്കിൽ ഇതിന്റെ ദൂരപരിധി 500 to 4 കിലോമീറ്റർ ആണ്. ഇതിന്റെ ദൂരപരിധി ഒന്നും അങ്ങനെ ചോദിക്കത്തില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പൃഥ്വിയാഗ്നിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എങ്കിൽ ഇതിന്റെ ഹെലികോപ്റ്റർ പതിപ്പാണ് ഹെലീന. ഹെലികോപ്റ്റർ പതിപ്പാണ് ഹെലീന. അത് ഇന്ത്യൻ ആർമിയുടെ കൈവശമുള്ള ഇതിന്റെ പതിപ്പാണ് ഹെലീന. നാഗം ഇന്ത്യൻ ആർമിയുടെ കൈവശം തന്നെയാണുള്ളത്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ഹെലീന, ഹെലീന, ഹെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകമാണല്ലേ. നരകത്തിലും നാഗമുണ്ട് എന്നാണ് അന്യൻ സിനിമയെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പറയും നരകത്തിൽ വെച്ചിട്ട് നാഗങ്ങളെ വിട്ട് കൊത്തിക്കുന്ന ശിക്ഷയൊക്കെ എന്ന് അല്ലേ. അപ്പോ ഹെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെല്ലിലെ നാഗം എന്ന് ഓർത്തോളൂ. നാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധ ടാങ്ക്, ഹെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിൽ നിന്ന് വിക്ഷേപിച്ച് ടാങ്കുകളെ ഇല്ലാതാക്കാൻ പറ്റുന്ന യുദ്ധ ടാങ്ക് എന്നും ഓർത്തോളൂ. അതാണ് ഹെലീന. എങ്കിൽ വ്യോമസേനയ്ക്ക് DRDO ഹെലീനയ്ക്ക് ബദലായിട്ട് നൽകിയതാണ് ധ്രുവാസ്ത്ര എന്ന് ഓർത്തോളൂ. വ്യോമസേന എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ എയർഫോഴ്സ് ആണ്. അതിന് വന്നിട്ട് ഈ നാഗത്തിന്റെയോ നരകത്തിന്റെയോ ഹെലീനയൊന്നും ആവശ്യമില്ല. കാരണം ധാരാളം വന്നിട്ട് ഫ്ലൈറ്റ് ഒക്കെ കാണും. അപ്പൊ ഏത് ധ്രുവത്തിൽ നിന്നും അസ്ത്രം വിട്ട് അതിന് വന്നിട്ട് ഈ ടാങ്കുകളെ നശിപ്പിക്കാനായിട്ട് കഴിയും എന്നോർത്തോളൂ. അപ്പൊ വ്യോമസേനയുടെ ഹെലീനയുടെ വ്യോമസേന വെർഷനാണ് ധ്രുവാസ്ത്ര. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ആന്റി ടാങ്ക് സർഫസ് ടു സർഫസ് ആണെന്നുണ്ടെങ്കിൽ നാഗം, ഹെലികോപ്റ്ററിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെല്ലിലെ നാഗം എന്നാണ്. യെസ്, ഹെലീന. എങ്കിൽ എയർഫോഴ്സിന്റെ കയ്യിൽ നിന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ധ്രുവങ്ങളിൽ നിന്നും അസ്ത്രത്തിലൂടെ ടാങ്കുകളെ നശിപ്പിക്കും എന്നും ഓർത്തോളൂ. എങ്കിൽ ഇതിന്റെ റേഞ്ച് 500 to 7 കിലോമീറ്റർ ആണ് എന്നും ജസ്റ്റ് ഓർത്താൽ മതി. എങ്കിൽ ഇനി നോക്കാനുള്ളത് നമ്മുടെ ആണവ അന്തർവാഹിനിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ, അത് INS അരിഹന്ത് ആണ്. പക്ഷെ ഇത് നിർമ്മിച്ചിട്ടുള്ളത് DRDO അല്ല, ഷിപ്പ് ബിൽഡിംഗ് സെന്റർ വിശാഖപട്ടണമാണ് എന്നും ഓർത്തോളൂ. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി അരിഹന്ത്, അത് അടി കണ്ടു എന്ന് ഓർത്തോളൂ. കടലിന്റെ അടിത്തട്ട് കാണുമല്ലേ അന്തർവാഹിനി കൂടെ പോകുമ്പോൾ, അതാണ് INS അരിഹന്ത് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഈ അന്തർവാഹിനി, കടലിന്റെ അടിത്തട്ടിൽ പോകുന്ന ഈ അന്തർവാഹിനിയിൽ നിന്നും ആരും കാണാതെ വിക്ഷേപിക്കാൻ പറ്റുന്ന മിസൈലുകളുണ്ട്. അതാണ് സാഗരിക മിസൈൽ എന്നും ഓർത്തോളൂ. അതിൽ തന്നെയുണ്ട് സാഗരത്തിന്റെ അന്തറിലുള്ള അന്തർവാഹിനിയിൽ നിന്നും സാഗരിക വിക്ഷേപിക്കും. അതാണ് സാഗരിക. എങ്കിൽ ഷിപ്പിൽ നിന്നും സർഫസിലോട്ട് കൊടുക്കുന്നത് മരിയാനുള്ള ധനുഷിനെ വെച്ചിട്ടാണ് ഓർക്കാൻ പറഞ്ഞത്. ഇത് പക്ഷെ അങ്ങനെയല്ല, അടിത്തട്ടിലൂടെ പോകുന്ന അന്തർവാഹിനി അരിഹന്തിൽ നിന്നും വിക്ഷേപിക്കുന്നതാണ് സാഗരിക. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് സാഗരികയുടെ വന്നിട്ട് കരയിലുള്ള വെർഷനാണ്. അതാണ് ശൗര്യ എന്നും ഓർത്തോളൂ. സാഗരം, കടലിന് ക്ഷോഭം വരുമ്പോഴത്തേക്കും ശൗര്യത്തോടുകൂടി കരയിലേക്ക് വരുമല്ലേ. യെസ്, സാഗരികയുടെ കരയിലുള്ള വെർഷനാണ് വന്നിട്ട് ശൗര്യ. കരയ്ക്ക് അടുത്ത് നിന്നിട്ട് തന്നെ ഇതുപോലെ അന്തർവാഹിനികളിൽ നിന്നോ മറ്റൊന്നിൽ നിന്നോ വിക്ഷേപിക്കാനായിട്ട് പറ്റുന്നതാണ് ശൗര്യ. സാഗരികയുടെ കരയിലെ വെർഷനാണ് ശൗര്യ എന്നും ഓർത്തോളൂ. സാഗരത്തിന് എന്താണ് ശൗര്യം വരുമ്പോഴത്തേക്കും കരയിലോട്ടായിരിക്കും വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. എങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളതാണ് സിന്ധു നേത്ര. അതിൽ നേത്രം ഉണ്ടല്ലേ, നേത്രം, അത് വെച്ച് തന്നെ ആലോചിക്കാം. DRDO വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് സിന്ധു നേത്ര. ഇന്ദു സാഗരം എന്നല്ലേ നമ്മുടെ ഇന്ത്യൻ ഓഷനെ പറയുന്നത് പണ്ടത്തെ കാലത്ത്, ഇന്ദു സാഗരം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദു സാഗരത്തിനെ നിരീക്ഷിക്കാനായിട്ട് നേത്രവും വെച്ചതാണ് സിന്ധു നേത്ര ഉപഗ്രഹം എന്ന് ഓർത്തോളൂ. ഇത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കപ്പലുകളുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാനാണ് സിന്ധു നേത്ര ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രം, അതായത് ഇന്ദു സാഗരത്തിലെ കപ്പലുകളെ വീക്ഷിക്കാനായിട്ട് ഇന്ദു സാഗരത്തിന് വേണ്ടിയിട്ട് സിന്ധു നേത്രവുമായിട്ട് നിൽക്കുന്നു എന്ന് ഓർത്താൽ മതി. എങ്കിൽ പ്രഹാർ മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സർഫസ് ടു സർഫസ് മിസൈൽ ആണ്. പൃഥ്വിനെ പോലെ തന്നെയാണ്. പൃഥ്വിയും സർഫസ് ടു സർഫസ് മിസൈൽ ആണ്. അതിന്റെ നാവിക പതിപ്പാണ് ധനുഷ് എന്ന് പറഞ്ഞു. എങ്കിൽ അതുപോലെ തന്നെയാണ് പ്രഹാറും. പൃഥ്വി പ്രഹരിക്കും എന്ന് ഓർത്തോളൂ. അത് പൃഥ്വി പ്രഹരിക്കുന്നത് ഭൂമിയിൽ നിന്നും ഭൂമിയിലേക്കാണ്. സർഫസ് ടു സർഫസ് എന്ന് കണക്ട് ചെയ്താൽ മതി. എങ്കിൽ രുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഡാർ നശിപ്പിക്കാനുള്ള ആന്റി റേഡിയേഷൻ മിസൈൽ ആണ് എന്ന് ഓർത്തോളൂ. രുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ RUD എന്നാൽ റഡാർ, RAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് എന്ന് ഓർത്തോളൂ. രുദ്രം റഡാർ റിമൂവർ ആണ് രുദ്രം. അങ്ങനെ കണക്ട്
ചെയ്യാലോ. എങ്കിൽ പിനാക എന്ത് എന്ന് മത്സര പരീക്ഷകളിൽ ചോദിക്കും, ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഇൻഡിവിജീനിയസ് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ ആണ് പിനാക. കീർത്തി ചക്ര സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതിൽ ധാരാളം ട്രക്കുകളൊക്കെ കാണിക്കും. ലാലേട്ടൻ വന്നിട്ട് ഓപ്പറേഷൻ ഒക്കെ പോകുന്നത് ഈ ട്രക്കിലാണല്ലേ. അങ്ങനെ ആ ട്രക്കുകളിൽ നിന്നും വിക്ഷേപിക്കാനായിട്ട് കഴിയുന്ന റോക്കറ്റ് ആണ് പിനാക എന്ന് ഓർത്തോളൂ. ആ ട്രക്കില് പതാക വെച്ച് പോകുന്ന ആ ട്രക്കുകളിൽ നിന്നും വിക്ഷേപിക്കാനായിട്ട് കഴിയുന്ന റോക്കറ്റ് ലോഞ്ചർ ആണ് പിനാക. അതില് ആ ഏത് ട്രക്കിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് തത്ര ട്രക്ക് അല്ലെ. ഓരോ ഓപ്പറേഷൻ പോകുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് തത്രപ്പെട്ടാണ് ആ ട്രക്കുകളിൽ നിന്നും അത് വിക്ഷേപിക്കുന്നതെന്നും ഓർത്തോളൂ. അതാണ് പിനാക. ട്രക്കില് പതാക പോലെ റോക്കറ്റ് വെച്ചിട്ട് വിക്ഷേപിക്കുന്നു കോഡിനായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിനാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ വില്ലാണ്. ശിവന്റെ വില്ല് പോലുള്ള റോക്കറ്റ് ആണ് ട്രക്കിൽ നിന്നും വിക്ഷേപിക്കുന്നതെന്ന് ഓർത്താൽ മതി. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിനു മുന്നേ ISROയിൽ നിന്നും നമ്മുടെ രാജ്യം വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുള്ള വർഷങ്ങൾ അത് ഏതൊക്കെയാണ്, പിന്നെ ഈ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കാൻ ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ SLV, ASLV, PSLV, GSLV മാർക്ക് 3 അല്ലെ, ചന്ദ്രയാൻ, മംഗൾയാൻ, ആദിത്യ, L1 അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള ക്ലാസ് ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. വളരെ നല്ല ക്ലാസ് ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. നമ്മൾ നല്ല നല്ല കോഡിലൂടെയാണ് പഠിച്ചത്. അതിന്റെ വാഹനം എന്ന് പറഞ്ഞ SLV എന്നാണ് പറഞ്ഞത്. സെൽവി പിന്നെ അഡൽട്ട് ആവും. അപ്പൊ ASLV അതാണ് അഡൽട്ട് സെൽവി. പിന്നെ PG എടുക്കും, PSLV. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ PGയിലെ GSLV മാർക്ക് 3. അങ്ങനെ ഓരോന്നും നമ്മൾ കണക്ട് ചെയ്ത് രസകരമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണും, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ISRO എന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടായാൽ മതി, അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. എങ്കിൽ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം. ഇത് നമ്മൾ കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് ഇതിനെ കുറിച്ചിട്ട് DRDO ആലോചിച്ചത് എന്ന് ഓർത്തോളൂ. ഇത് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് നേരെ വരുന്ന മിസൈല് നമ്മുടെ രാജ്യത്തിനുള്ളിൽ പതിക്കാതെ അവിടെ എയറിൽ വെച്ച് തന്നെ അതിനെ തടുത്ത് നിർത്തണം. അതാണ് അതിനു വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം അല്ലെ. മിസൈൽ ഡിഫൻസ് ചെയ്യുന്ന പ്രോഗ്രാം. അതിനു വേണ്ടിയിട്ട് DRDO വികസിപ്പിക്കുന്ന എയർ ഡിഫൻസ് ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് പാടും ആടും എന്ന് ഓർത്തോളൂ. ആടിയും പാടിയും മുകളിൽ കൂടെ വരുന്ന ഈ മിസൈലുകളെ നമ്മൾ തടുത്ത് നിർത്തും. പാടുന്നത് ആരാണെന്ന് അറിയാവോ? പൃഥ്വിയാണ്. പൃഥ്വി എയർ ഡിഫൻസ് ആണ് പാട് എന്ന് ഓർത്തോളൂ. അപ്പൊ പൃഥ്വി എന്ന് പറഞ്ഞ സർഫസ് ടു സർഫസിലുള്ള മിസൈൽ മാത്രമല്ല, പൃഥ്വിന്റെ വേറൊരു വർഷമുണ്ട്, പാടിക്കൊണ്ട് വന്നിട്ട് മോളിൽ പോയി തടുക്കും. പുതിയ മുഖം അല്ലേ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അതാണ് പൃഥ്വി എയർ ഡിഫൻസ്. എങ്കിൽ ആട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് എയർ ഡിഫൻസ്. അതിന് അശ്വിൻ എന്നും പേരിടാനായിട്ട് നിൽക്കുന്നുണ്ട്. എങ്കിൽ അശ്വിൻ എയർ ഡിഫൻസ് എന്നും വരും. അപ്പൊ ആടിയും പാടിയും തടുക്കുന്ന മുകളിലൂടെയുള്ള മിസൈലുകൾ. സിൽസില പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അത് വെച്ചിട്ട് ഓർത്താൽ മതി. അപ്പൊ പൃഥ്വിനെ വെച്ചിട്ടും ഓർത്തോളൂ. ആടിയും പാടിയുമാണ് ചെന്ന് തടുക്കുന്നത്. എങ്കിൽ റഷ്യയിൽ നിന്നുള്ള എയർ ഡിഫൻസ് ഉണ്ട്, അതിന്റെ പേരാണ് S-400. ഇന്ത്യ ഈ കഴിഞ്ഞ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്, സക്സസ്ഫുള്ളി ഉപയോഗിച്ചിട്ടുള്ളതാണ് S-400. അവരയച്ച മിസൈലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. മുകളിൽ വെച്ച് തന്നെ നമ്മൾ പോയി തടുക്കുന്നുണ്ട്. അപ്പൊ S-400 റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 S ഉണ്ടല്ലേ, അത് വെച്ചിട്ട് S-400 എന്ന് ഓർത്തോളൂ. ഇന്ത്യ നമ്മുടെ സുഹൃത്ത് രാജ്യത്തിനെ വിളിക്കും, റഷ്യയെ മോളിൽ നിന്ന് ഒരു മിസൈൽ വരുന്നു. അപ്പൊ റഷ്യ പറയും യെസ് ഞാൻ 400മായി വരുന്നു, അങ്ങനെ തടുക്കും. അതാണ് S-400. എങ്കിൽ അടുത്ത ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്തതാണ് അയൺ ഡോം. അത് ഇസ്രായേലിന്റെയാണ്. 2021-22 കാലഘട്ടത്തിൽ ഹമാസിന്റെ അറ്റാക്ക് അവിടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഇസ്രായേൽ ഈ അയൺ പോലത്തെ ഡോം വെച്ചിട്ടാണ് ഡിഫൻസ് ചെയ്തത്. അയൺ വെച്ചിട്ടാണ് ഡിഫൻസ് ചെയ്തത്. അതാണ് അയൺ ഡോം. അതിൽ പക്ഷേ എല്ലാവർക്കും സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഒന്ന് വന്നിട്ട് മാറി വീണു. ഒരു മലയാളി പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളൂ, അയൺ ഡോം ഇസ്രായേലിൻ്റെതാണെന്ന്. എങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിൽ നിന്ന് DRDOയുടെ വകയായിട്ട് വന്നിട്ടുള്ള കുറച്ച് റഡാറുകളാണ്. നമ്മൾ ഇതിനു മുന്നേ റഡാറിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന രുദ്രം നമ്മൾ പഠിച്ചായിരുന്നു. റഡാർ റിമൂവർ എന്നാണ് ഓർക്കാനായിട്ട് പറഞ്ഞത്. എങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്നുള്ള കുറച്ച് റഡാറുകളാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത്. റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ എന്ത് വന്നിരുന്നാലും അത് ഡിറ്റക്ട് ചെയ്യും അല്ലേ. ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ്. അത് വെച്ചിട്ട് കുറച്ച് ഡിറ്റക്റ്റീവ് ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അതിൽ റഡാർ പോലത്തെ പേരാണ് രാജേന്ദ്ര. റഡാർ രാജേന്ദ്ര, അങ്ങനെ ഓർക്കാം. ആ രാജേന്ദ്ര തന്നെ ഒരു ഇന്ദ്ര ഉണ്ട്. ഓക്കെ, ഇന്ദ്ര. അപ്പൊ രാജേന്ദ്ര, ഇന്ദ്ര ഇതൊക്കെ റഡാറാണ്. പിന്നെ സിനിമാ നടി രേവതിയെയും രോഹിണിയെയും ഓർത്തോളൂ. അപ്പൊ ഇവർ ഇത്രയും പേരാണ് ഡിറ്റക്റ്റീവുകൾ, റഡാറുകൾ എന്ന് ഓർത്തോളൂ. ഇവര് ഏത് ഭരണിക്കുള്ളില്
എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഡിറ്റക്ട് ചെയ്യും, കണ്ടുപിടിക്കും, റഡാർ പോലെ. അങ്ങനെ ഓർത്താൽ മതി. അപ്പോ രാജേന്ദ്ര, ഇന്ദ്ര, രേവതി, രോഹിണി, ഭരണി എന്നിവയാണ് നമ്മുടെ രാജ്യത്ത് നിന്നും DRDO കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള റഡാറുകൾ. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അറിയിക്കാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോയും അവിടെയും ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സും മിസ്സാകത്തില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണുജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.